പൊളിറ്റിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സേവനത്തിനല്ലേ അന്നാണ് പറയുന്നത്. അതൊക്കെ മാറിപ്പോയി. ഇപ്പൊ എന്നെക്കാളും വലിയ ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പൊളിറ്റീഷ്യൻ എല്ലാവരും അങ്ങനെയൊന്നല്ല. ബഹുഭൂരിപക്ഷ ആൾക്കാർ മാറിപ്പോ 5% ആൾക്കാർ ജനസേവനം ചെയ്യുന്നുണ്ട്. അവർ വലിയ സമ്പാദ്യമൊന്നല്ല. അവർക്ക് നല്ല പേരെടുക്കണം. പിന്നെ അതേ സമയത്ത് സമൂഹത്തിന് എന്ത് ചെയ്യണം എന്ന് നടക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ധനം ഉണ്ടാക്കിയാലും ആ ധനത്തിൽ കൂടി തന്നെ നമ്മൾ സേവനം ചെയ്യാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ എത്രയോ കാര്യങ്ങൾ പിന്നെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആശ്വാസം ഒരു പക്ഷം 300-500 വേണ്ടി എത്രയോ ആൾക്കാർക്ക് നമ്മൾ മാസം ഓരോ ബ്രാഞ്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് 100-150 ആൾക്കാർ ഉള്ളവർ ആരും നോക്കാതെ ഉള്ള അമ്മമാരും അച്ഛന്മാരും നമ്മളെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാണ്. ഒരു പ്രത്യേക ഒരു വാർഡുണ്ടാക്കിയിട്ട് അവരെല്ലാ തരത്തിലുള്ള പിന്നെ ഭക്ഷണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ സ്കൂള് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസയിലേക്ക് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ചെയ്തപ്പോൾ ഇപ്പം ഈ മെറിറ്റ് ബേസിലല്ലേ ചെയ്യുന്നത്. ചില ആൾക്കാർ 1 കൊല്ലം ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് ശമ്പളം കിട്ടും. അത് വാങ്ങി ഫസ്റ്റ് ഇയർ കിട്ടി. 2ാമത്തെ കൊല്ലം സാറേ ഞാനിതൊരു പൈസയില്ല, എനിക്ക് എന്തെങ്കിലും ഈ കുട്ടീനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരാൻ നിവൃത്തിയുള്ളൂ. ഈ നല്ല മോള് കണ്ടാൽ തന്നെ ഞാൻ നന്നായിട്ട് പഠിക്കും, 100-100 മാർക്ക് വാങ്ങി കുട്ടീനെ നീ വീട്ടിലിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാണ്. അത് ഇടത്തെ കൈ വലത്തെ കൈ. അത് ഞാൻ ഒരു പ്രചാരണത്തിന് വേണ്ടിയല്ല. എൻ്റെ അവിടുത്തെ ഒരു പഴയ മേയർ ചന്ദ്രി എന്ന് പറഞ്ഞ ആൾ എന്നെ അവിടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഇയാൾ ഇതെല്ലാം കണ്ടിട്ട് എല്ലാം വളരെ ഇത് ഞാൻ 3 കൊല്ലം ഞാനിവിടെ മേയറായിട്ട് എനിക്കിത് അറിഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലം 10 രൂപ കൊടുക്കുമ്പോൾ 4 ഫോട്ടോഗ്രാഫറും വെച്ച് 10 രൂപ കൊടുക്കും. അങ്ങനെയുള്ള കാലത്ത് നിങ്ങൾ ചെയ്തത് വലിയ കാര്യം അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് പറയണം. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ ഒരു ഇടത്തെ കൈ കൊടുക്കുന്ന വലത്തെ കൈ അറിയാൻ പാടില്ല എന്നുള്ളത് ഒരു തത്വത്തിൽ എങ്ങനെ പോവാണ്. ഗോപാൽജിയുടെ മഹേഷ് കുഞ്ഞുമോൻ ആക്സിഡന്റ് ആയിട്ട് കാണാൻ പോയിരുന്നല്ലോ. അത് എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം? അത് നല്ലൊരു കലാകാരനായിരുന്നു മഹേഷ്. എനിക്ക് വളരെ ഒരു ഇമ്പ്രസീവായിരുന്നു. ഞാൻ അവന്റെ ഏത് പരിപാടി കണ്ടാലും ഞാൻ ഏടുണ്ടെങ്കിൽ അവനെ വരാൻ പഠിപ്പാറ്. അത്രയും നല്ല ഒരു മെസ്സേജ്. കാരണം 10-50 പേര് 175 പേരെ ഒരേ സമയത്ത് ടിക് 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 അവന്റെ ഭാഷ, ആക്ടിങ് മാത്രമല്ല ഭാഷയും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കലാകാരൻ സാധിക്കില്ല. പക്ഷെ വീണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇപ്പം പോയി കണ്ടതാണ്. അന്ന് തിരക്കില്ലായിരുന്നല്ലോ. കണ്ടപ്പോൾ അവന്റെ ഷേപ്പേ മാറി. പക്ഷെ അവനെല്ലാം ശരിയായി വരും. അതാണ് എൻ്റെ ഇതാണ്. കാരണം മെമ്മറി ഒന്നും പോകത്തില്ല. അവന്റെ പിന്നെ ഇതിൻ്റെ കോൺഫിഡൻസ് അത് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പല്ല് വെച്ച എല്ലാ കാര്യങ്ങളും മാക്സിമം എന്തുണ്ടെങ്കിലും എന്നോട് വിളിച്ച് ഞാൻ ചെയ്യാം.